2020-ക്കെതിരെ നടപടിയുമായി റിട്ടേണിംഗ് ഓഫീസർ. വിലക്കുറവിൽ മരുന്ന് നൽകുന്ന മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം. എസ് രാഗിൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാഗിൻ, ആരുടേതാണ് ഈ പരാതി? ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം തുറന്ന് പ്രവർത്തിക്കുന്നതാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നത്? കഴിഞ്ഞ 21-നാണ് അവിടുത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഭാഗമായി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. 80% വിലക്കുറവിൽ മരുന്ന് നൽകുന്ന മെഡിക്കൽ സ്റ്റോർ ആണ് തുടങ്ങിയത്. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന പരാതികൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള NSK ഉമേഷിൻ്റെതാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം, അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. അത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉതകുന്നതാണ് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഈ മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചത്. 2020-യുടെ നേതൃത്വത്തിലാണ് ഈ മെഡിക്കൽ സ്റ്റോർ വന്നത്. ഇതിൽ രണ്ട് ഭാഗവും കേട്ടിട്ടുണ്ട്. അതായത് പരാതിക്കാരും അതോടൊപ്പം തന്നെ ഇതിൽ 2020-യുടെ ഭാരവാഹികളെയും കേട്ടു. അതിൽ 2020 വ്യക്തമാക്കിയത് അവിടുത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അതിന്റെ പ്രവർത്തനങ്ങളിൽ 2020 എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല അത് CSR ഫണ്ട്, കിറ്റക്സിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരില്ല എന്നതായിരുന്നു അവരുടെ വാദം. പക്ഷേ അത് തള്ളിയിരിക്കുകയാണ്. ഇതിൽ ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസറുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. അതായത് ഇതിൽ ഈ 2020-ക്കും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനും 2020 അസോസിയേഷനും ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2020 അസോസിയേഷനും ഒരേ ലോഗോ തന്നെയാണ്. മാത്രമല്ല ഇതിന്റെ ഭാരവാഹികൾ 2020 അസോസിയേഷനെയും 2020 എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഭാരവാഹികൾ ഒന്ന് തന്നെയാണ്, സെയിം ആണ്. അതുകൊണ്ട് ഇതൊക്കെ പരസ്പരം ബന്ധിതമാണ്. ഇത് സംബന്ധിച്ച് ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട നെക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉതകുന്നതാണ് എന്നൊരു കണ്ടെത്തൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. മാത്രമല്ല അന്ന് ഈ സാബു M ജേക്കബ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും സംസ്ഥാനത്തെ 940-ലധികം വരുന്ന പഞ്ചായത്തുകളിലേക്കും തങ്ങൾ ജയിച്ചാൽ ഇത് ഉൾപ്പെടുത്തുമെന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യവും അതിൽ ആരോപണമായി ഉയർത്തുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. എന്തായാലും അറിയാം, ചാലക്കുടിയിലും അതോടൊപ്പം തന്നെ പൂട്ടിട്ടിരിക്കുകയാണ്. ഭരണാധികാരി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.